ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബേക്ക് ആൻഡ് കുക്ക് ഈസി. ഇന്ന് നമ്മൾക്ക് ഒരു ഈസി ആയിട്ടുള്ളതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ച പപ്പായാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. പിന്നെ വേണ്ടത് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഒരെണ്ണം, അതും ചെറുതാക്കി കട്ട് ചെയ്തു. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. പിന്നെ വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 4-5 പച്ചമുളക്. എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി, എരിവ് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. പപ്പായ നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു 15 മിനിറ്റ് നമുക്കിങ്ങനെ ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. പപ്പായ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവേണം. പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പപ്പായ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കണം. ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ ചേർക്കുന്നുണ്ട്, ക്യാരറ്റ്, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഗാർലിക്കും. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാലഡ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഒരല്പം സ്വീറ്റും പിന്നെ കുറച്ച് എരിവും ഒക്കെ ഉള്ള നല്ലൊരു സാലഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.